ഒരിക്കൽ വിശുദ്ധ വിൻസെൻ്റ് പോള് തൻ്റെ പരിചയമുള്ള ഒരു വൈദികൻ ഒരുപാട് പ്രലോഭനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ സഹായിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുപാട് പരിത്യാഗ പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ആ വ്യക്തിയെ എങ്ങനെയെങ്കിലും വിശ്വാസ സംബന്ധമായ സംശയങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ വൈദികൻ ആ വിശ്വാസ സംബന്ധമായ സംശയത്തിൻ്റെ പ്രതിസന്ധികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും മോചിതനാവുകയും എന്നാൽ അതേ പ്രശ്നം വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു. വിശുദ്ധ വിൻസെൻ്റ് പോളിന് വിശ്വാസത്തിനെതിരായി വലിയ പ്രലോഭനങ്ങളുണ്ടായി. അതുകൊണ്ട് തന്നെ വിശുദ്ധ വിൻസെൻ്റ് പോൾ ഒരുപാട് ആത്മീയമായ സംഘർഷങ്ങളിലൂടെ കടന്നു പോവുകയാണ്. വിശുദ്ധ വിൻസെൻ്റ് പോൾ ആ സാഹചര്യങ്ങളിൽ നിരാശപ്പെടാതെ എന്ത് ചെയ്തു? വിശുദ്ധ വിൻസെൻ്റ് പോൾ ബോധപൂർവം വിശ്വാസ പ്രമാണം ഒരു വെള്ള പേപ്പറിൽ കൈകൊണ്ട് എഴുതി അത് തൻ്റെ പോക്കറ്റിൽ സൂക്ഷിക്കുകയും നടക്കുന്ന വഴിക്കൊക്കെ വിശ്വാസ പ്രമാണം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഒരു കൃപ വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ ജീവിതത്തിൽ ചലിക്കുകയും നഷ്ടപ്പെട്ട വിശ്വാസം 7 ഇരട്ടി തീക്ഷ്ണതയോടുകൂടി വിശുദ്ധ വിൻസെൻ്റ് പോളിന് തിരികെ കിട്ടുകയും ചെയ്തു. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരനുഭവിക്കുന്ന ചില പീഡകൾ നമുക്ക് ലഭിക്കാറുണ്ട്. അങ്ങനെ ലഭിക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചിലപ്പോൾ നിർത്തിവെക്കാറുണ്ട്. നമ്മൾ ചിന്തിക്കുക, ചില വ്യക്തികൾക്ക് ദൈവം പ്രത്യേകമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ രോഗങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളും കടന്നു പോകുവാൻ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിലൊക്കെ ദൈവം അനുവദിക്കാറുണ്ട്. അത് ദൈവം നമ്മളെ കൈവിട്ടതിൻ്റെ ലക്ഷണമോ അല്ലെങ്കിൽ നമ്മൾ പാപികളായതുകൊണ്ടോ അല്ല സംഭവിക്കുന്നത്. മറിച്ച് നമ്മുടെ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ദൈവം അങ്ങനെയുള്ള വ്യക്തികളെ മോചിപ്പിക്കുവാൻ വേണ്ടി ആ പ്രതിസന്ധികളിലൂടെ നമ്മളെ കടത്തിവിടുമ്പോൾ അവരുടെ വിഷമം മനസ്സിലാക്കുവാൻ നമ്മെ അനുവദിക്കുകയും അങ്ങനെ വിഷമസന്ധികൾ മനസ്സിലാക്കി കൂടുതൽ തീക്ഷ്ണതയോടുകൂടി അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ആത്മീയ ജീവിതത്തിൽ നിരാശപ്പെടരുത്, നമ്മൾ ദുഃഖിക്കരുത്. രണ്ടാമതായി, വിശുദ്ധ വിൻസെൻ്റ് പോള് ആത്മീയ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോൾ നിരാശപ്പെടാതെ, പ്രാർത്ഥന നിർത്താതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്ങനെ? വിശ്വാസ പ്രമാണം പോക്കറ്റിലിട്ട് ആവർത്തിച്ച് അത് ഉരുവിട്ടുകൊണ്ടിരുന്നു. വിശ്വാസ പ്രമാണത്തിന് അത്ഭുതകരമായ വിടുതൽ ശക്തിയുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. നമ്മൾ ചില വ്യക്തികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചില പ്രതിസന്ധികളിലൂടെ, ചില കഷ്ടപ്പാടുകളിലൊക്കെ പോകേണ്ടി വന്ന അനുഭവങ്ങളുണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നിരാശപ്പെടരുത്. അത് ദൈവം ഉന്നതമായ പദ്ധതിയുടെ ഭാഗമായി ചില വ്യക്തികൾക്ക് അനുവദിക്കുന്നതാണ്. അതവരെ നിരാശപ്പെടുത്തുവാൻ വേണ്ടിയിട്ടല്ല. രണ്ടാമതായി, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് പൈശാചിക പീഡയുടെ സ്വാധീന ഫലമായി നമ്മളിൽ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പ്രാർത്ഥന ഫലിക്കുന്നത് കൊണ്ടും കൂടുതൽ ശക്തിയുള്ളത് കൊണ്ടുമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ നിരാശപ്പെടാതെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിച്ചാൽ അങ്ങനെയുള്ള പീഡകൾ നമ്മെ വിട്ടുപോകാൻ അതിടയാകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾക്ക് വേണ്ടി ഫാദർ മാത്യു നായിക്കാമ്പറമ്പിൽ നമ്മളെ പഠിപ്പിച്ചതുപോലെ, പറഞ്ഞു തരാറുള്ളത് പോലെ, ഇതുപോലെ പ്രതിസന്ധിയും പ്രശ്നവും അനുഭവിക്കുന്ന കോടാനുകോടി വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അപ്പം നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായി മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും അതിൻ്റെ ഫലമായി ദൈവം നമ്മുടെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എടുത്തു മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്, നമ്മൾ ദുഃഖിക്കരുത്, നമ്മൾ തളരരുത്. നമ്മൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെല്ലാം എടുത്തു മാറ്റുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സുഖപ്പെടുത്തുവാനാവാത്ത ഒരു രോഗവും നമുക്കില്ല. ദൈവത്തിന് പരിഹരിക്കുവാൻ പറ്റാത്ത ഒരു പ്രശ്നവും നമ്മുടെ ജീവിതത്തിലില്ല.
ദൈവത്തിന് എടുത്തു മാറ്റാൻ പറ്റാത്ത ഒരു ഭാരവും നമ്മുടെ ജീവിതത്തിലില്ല. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ മടുത്തു പോകാതെ, നിരാശപ്പെടാതെ, സങ്കടപ്പെടാതെ വലിയ വിശ്വാസത്തോടുകൂടി, തീക്ഷ്ണതയോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ തുടരുക. ദൈവത്തിൻ്റെ സൂപ്പർ നാച്ചുറൽ പദ്ധതിയുടെ ഭാഗമായി വളരെ ചെറിയ വ്യക്തികൾക്ക്, കുറച്ച് വ്യക്തികൾക്ക് ദൈവം വിശുദ്ധ വിൻസെൻ്റ് പോളിനുണ്ടായ ആ അനുഭവത്തിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് നമ്മൾ നിരാശപ്പെടാൻ വേണ്ടിയുള്ളതല്ല, മറിച്ച് കൂടുതൽ കരുത്താർജിച്ച് ആ മേഖലയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം കൊടുക്കുവാനുള്ള ഒരു വിളി ദൈവം നൽകുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥനയുമായി മുന്നോട്ട് പോവുക. ദൈവം നിങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ തന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുക. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥം നമുക്ക് ഈ ദിവസങ്ങളിൽ തേടാം. പ്രാർത്ഥനയിൽ കരുത്തായി ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം നമുക്ക് കൂട്ടിനുണ്ടായിരിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.